ഹേ സിംഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റിൻ്റെ ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ആട് തെറിയിനെ പറ്റിയാണ്. സിനിമ അങ്ങനെ 100 കോടിക്ക് മേലെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അങ്ങനെ 100 കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ സെക്കൻഡ് പാർട്ട്, അതായത് ആട് തെറി സെക്കൻഡ് പാർട്ട് 2027 ആ സമയത്തിലൂടെയൊക്കെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഷൂട്ടിംഗ് ഉടനടി ആരംഭിക്കുകയായിരിക്കും. കാരണം ഈ ഒരു മഴയുടെ സീസണൊക്കെ വരാണല്ലോ. സോ അതൊക്കെ കഴിഞ്ഞിട്ടേ അവർ ഷൂട്ടിംഗ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ എന്തായാലും ജയസൂര്യ ഒരു വൻ കമ്പാക്ക് തന്നെ നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ധനുഷ് ചിത്രമായ കറ എന്ന ചിത്രത്തിൽ നമ്മുടെ മലയാളി താരങ്ങൾ ഒരുപാടുണ്ട്. ആദ്യത്തെ നമ്മുടെ മമിത ബൈജു ആണ് സെല്ലി എന്ന കഥാപാത്രം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഭരതൻ എന്ന കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ സുരാജ് വെഞ്ഞാർമൂടാണ്. അത്യാവശ്യം നല്ല കിടിലം ലുക്കൊക്കെ തന്നെയാണ്. അടുത്ത നമ്മുടെ അന്യഭാഷ ചിത്രത്തിൽ എപ്പോഴുമുള്ള ആളാണ് നമ്മുടെ ജയറാമേട്ടൻ. മുത്തുസെൽവൻ എന്ന കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് ഒരു സർപ്രൈസ് ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു. നമ്മുടെ ദൃശ്യം 2 അങ്ങനെ റിലീസ് ചെയ്യുകയാണ്. അതായത് OTT-ലാണ് റിലീസ് ചെയ്തത് ഡയറക്റ്റായിട്ട്. ഇനി നമുക്ക് തിയേറ്ററിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സിനിമ അങ്ങനെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന April 10 അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും ബുക്ക് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കത്തനാറിനെ പറ്റിയാണ്. അപ്പോൾ സിനിമയുടെ ട്രെയിലർ ആണ് വരാൻ പോകുന്നത് ഈ വരുന്ന 31 1/31. അപ്പോൾ എന്തായാലും നമുക്ക് ആ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആദ്യ ഭാഗത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ ചെറിയൊരു ക്യാമിയോ ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. കാരണം സിനിമ 2 ഭാഗമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റിൽ അല്ലെങ്കിൽ സെക്കൻഡിലാണ് എല്ലാവർക്കും ഒരു ചോദ്യം നിൽക്കുന്നത്. ഫസ്റ്റ് പാർട്ടിലാണ് ഇപ്പോൾ റൂമേഴ്സൊക്കെ വരുന്നത്. നമ്മുടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയുടെ ഒരു പുതിയ സോങ് റിലീസ് ചെയ്യുന്നുണ്ട് ഇന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക്. നമ്മുടെ ചാക്കോച്ചൻ്റെയൊക്കെ ലുക്കൊക്കെ കണ്ടിട്ട് ഒരു പഴയ 3 ഡോട്ട്സ് അല്ലെങ്കിൽ ഒരു ഓർഡിനറി പോലത്തെ ഒരു വൈബുള്ള ചിത്രം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. April 2 വാഴ 2 സോളോ റിലീസാണല്ലോ ചെയ്യുന്നത്. സിനിമയുടെ ട്രെയിലർ ലോഞ്ച് അങ്ങനെ വന്നിരിക്കുകയാണ്. March 28 വൈകിട്ട് 6:30 നമ്മുടെ ഫോറം മാളിൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. രഞ്ജിഷ വിജയൻ്റെ മസ്തിഷ്ക മരണം എന്ന ചിത്രം ഈ വരുന്ന March 27 നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ബിഗ് ബഡ്ജറ്റ് ചിത്രമായ നാഗബന്ധനം എന്ന സിനിമയുടെ റിലീസ് ചെയ്ത് വന്നിട്ട് ഈ വരുന്ന July 3 സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് OTT വാർത്തകൾ സിനിമ വാർത്തകൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.